മഞ്ഞൾ സർവ്വസാധാരണമായി എല്ലാ വീടുകളിലും കണ്ടുവരുന്ന ഒരു ഔഷധ സസ്യമാണ്. കറികളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് മഞ്ഞൾ. വിഷാംശങ്ങളെ നീക്കം ചെയ്യാൻ ഇതിന് ഒരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. ഏത് സാഹചര്യത്തിലും ഈ ചെടി സമൃദ്ധമായി വളരുന്നു. ആയുർവേദ ഔഷധക്കൂട്ടുകളിൽ ഒരു പ്രമുഖ സ്ഥാനം തന്നെ മഞ്ഞളിനുണ്ട്. മഞ്ഞളിൽ ധാരാളമായി കുർക്കുമിൻ അടങ്ങിയിരിക്കുന്നു. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു. അർബുദത്തെ തടയുന്നതിന് സഹായിക്കുന്നുണ്ട്. പ്രമേഹത്തെ പ്രതിരോധിക്കുന്നു. അമിതമായ കൊഴുപ്പിനെ ഇല്ലാതാക്കുന്നു. രക്തം കട്ടപിടിക്കുന്നത് തടയുന്നു. ഹൃദയാരോഗ്യത്തിൻ്റെ പ്രവർത്തനത്തെ സുഗമമാക്കുന്നു. കരളിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നു. തലച്ചോറിലേക്കുള്ള രക്തചംക്രമണം വർദ്ധിപ്പിക്കുന്നു. മറവി രോഗമായ അൽഷിമേഴ്സിൻ്റെ കാഠിന്യം കുറയ്ക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. ചുമ, അലർജി, വയറിലെ ഇൻഫെക്ഷൻ എന്നിവ കുറയ്ക്കാം. മുഖത്തെ മുഖക്കുരു, പാടുകൾ എന്നിവയ്ക്കും ചുളിവുകൾ മാറാനും മുഖത്തിന് നിറം വയ്ക്കാനും ഇതിൻ്റെ ഉപയോഗം മൂലം സാധിക്കുന്നുണ്ട്. ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ 1 ഗ്ലാസ് പാലിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ള് കുരുമുളക് പൊടിയും ചേർത്ത് രാവിലെയോ വൈകിട്ടോ കഴിക്കാവുന്നതാണ്. അലർജി, തുമ്മൽ, ശ്വാസം മുട്ട്, മൂക്കൊലിപ്പ് എന്നിവയ്ക്ക് മഞ്ഞൾപ്പൊടിയും തേനും ചേർത്ത് അതിരാവിലെ കഴിക്കാം. രോഗപ്രതിരോധ ശേഷിക്കും ഇത് ഉത്തമമാണ്. എട്ടുകാലി, പഴുതാര, തേൾ എന്നിവ കടിച്ച വിഷത്തിന് പച്ചമഞ്ഞളും തുളസിയിലയും തേനും ചേർത്ത് അരച്ചിടുക. വേദനയും നീരും ശമിക്കുന്നതാണ്. പച്ചമഞ്ഞളും നെല്ലിക്ക നീരും സമം തേനും ചേർത്ത് 2 ടീസ്പൂൺ രാവിലെ വെറും വയറ്റിൽ കഴിച്ചാൽ പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമപ്പെടുത്താം. കരളിൻ്റെ ആരോഗ്യത്തിന് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി തേനിൽ ചാലിച്ച് അതിരാവിലെ വെറും വയറ്റിൽ കഴിക്കാം. മഞ്ഞൾപ്പൊടിയും തേനും ചെറുചൂടുവെള്ളത്തിൽ കലക്കി കുടിച്ചാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കുന്നതാണ്. കുഴിനകത്തിന് ആര്യവേപ്പിലയും മഞ്ഞളും ചേർത്ത് അരച്ചിടുക. ഒരാഴ്ചയ്ക്കകം ഇതിന് ശമനം കിട്ടുന്നതാണ്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം.